കെപിസിസി നേതൃമാറ്റ ചർച്ചകൾക്കിടെ കെ.സി. വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലെന്നും രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയത് കെ. സുധാകരനെ മാറ്റുന്ന കാര്യമല്ലെന്നും കെ.സി. പറഞ്ഞു. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇന്ന് അനൗൺസ്മെന്റ് ഉണ്ടാവുന്നു. കോൺഗ്രസ് പാർട്ടിയെ നിങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ ഞങ്ങളുടെ പ്രസിഡന്റ് മാറ്റുകയോ മാറ്റാതിരിക്കുകയോ നിലനിർത്തുകയോ ഇതൊക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്വങ്ങൾ ഞങ്ങൾക്ക് താ. കർണാടകത്തിൽ ഒരു പ്രസിഡന്റ് വന്നല്ലോ അവിടെ കേരളത്തിൽ, നിങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തില്ലല്ലോ. കോൺഗ്രസിനെ മാത്രം ചർച്ച ചെയ്താൽ മതിയോ? അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഇത്രയേ ഉള്ളൂ. പാർട്ടിയിൽ എന്തെങ്കിലും തീരുമാനം വന്നാൽ നിങ്ങളെ അറിയിക്കുന്ന സിസ്റ്റമുണ്ട് പാർട്ടിക്ക്, അതറിയിക്കും. അതല്ലാതെ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളാക്കി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം മറുപടി പറയാൻ ഞങ്ങൾ ആരും ബാധ്യസ്ഥരല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധി എല്ലാ ദിവസവും കാണുന്നതല്ലേ, അത് ഈ വിഷയം മാത്രം ചർച്ച ചെയ്യാനാണോ? ആ വിഷയം ചർച്ച ചെയ്യാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞങ്ങൾ ഗുജറാത്ത് സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, അവിടുത്തെ DCC പ്രസിഡന്റുമാരുടെ നിയമനം ആവാനായിട്ടുണ്ട്, മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. കേരള കാര്യത്തിൽ തീരുമാനമായാൽ ഉടൻ തന്നെ നിങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ, അല്ല നിലവിലുള്ള സ്ഥിതി അത് തുടരുന്നെങ്കിൽ അത് അറിയിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ പറയുന്നതിനെല്ലാം മറുപടി എന്നിൽ നിന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാൻ അങ്ങനെയുള്ള ആളല്ല. പാർട്ടി എന്ന് പറയുന്നത് സിസ്റ്റമുണ്ട്, ആ സിസ്റ്റത്തിനനുസരിച്ച് പാർട്ടി പോവുള്ളൂ. പാർട്ടിയുടെ സിസ്റ്റം വളരെ ക്ലിയറാണ്, ആ സിസ്റ്റത്തിനനുസരിച്ച് മുന്നോട്ട് പോകും. മനസ്സിലായല്ലോ? അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഒരു തീരുമാനം എടുക്കാത്ത കാര്യം ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. ആര് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു? കോൺഗ്രസ് പാർട്ടി പറഞ്ഞോ നിങ്ങളോട് തിങ്കളാഴ്ച പുതിയ തീരുമാനം വരുന്നു? പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ നിങ്ങളുണ്ടാക്കിയ വാർത്തയല്ലേ. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു, റോബർട്ട് ബദ്ര ചിലർക്ക് വേണ്ടി നിൽക്കുന്നു. എന്തൊരു അസംബന്ധമാണ് ഇതൊക്കെ. ഈ പാർട്ടിയുടെ കാര്യങ്ങളിൽ 1% പോലും ഇടപെടാത്ത ആളുകളെ വലിച്ചു കഴിച്ച് ഇത് കൊണ്ടുവരികയാണ്. പ്രിയങ്ക ഗാന്ധി ഇടപെടുന്നു. ഇന്ന് വരെ പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ ഒരു ചെറിയ കാര്യത്തിൽ പോലും സംഘടനാ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഇതെവിടുന്നാണ് നിങ്ങൾക്ക് വാർത്ത കിട്ടുന്നത്? നിങ്ങൾ അതെങ്ങനെ ഷെയർ ചെയ്യും? നിങ്ങളോട് പറയുന്നത് ആരാണ്? ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാമല്ലോ. ഇത്ര വാസ്തവവിരുദ്ധമായ വാർത്തകൾ കൊടുക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങൾ മറ്റു പാർട്ടികളെ പോലെ നിങ്ങളെ അധിക്ഷേപിക്കുന്നവരല്ല. മറ്റു പാർട്ടികളെ പോലെ നിങ്ങളോട് കടക്ക് പുറത്തുനിന്നും ഞങ്ങൾ പറയാറില്ല. മാധ്യമങ്ങളോട് വളരെ ബഹുമാനമാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന മാധ്യമ വിചാരണ കോൺഗ്രസ് പാർട്ടിയിലെ ശരിയല്ല. മറ്റു പാർട്ടികളിലും പ്രസിഡന്റുമാർ വന്നിരുന്നു. അവിടെ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് ചേരുന്നുണ്ട്. അരവിന്ദ്, നിലവിൽ KPCC അധ്യക്ഷൻ ആരായിരിക്കും എന്ന അഭ്യൂഹങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്നതിനിടെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനിടെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ വിമർശനവുമായി കെ.സി. വേണുഗോപാൽ രംഗത്തെത്തിയിരിക്കുന്നത്. ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാകും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്? മറ്റെന്തൊക്കെ വിവരങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? ഇന്നാണ് കേരളത്തിൽ നിന്ന് കെ.സി. വേണുഗോപാൽ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയ കെ.സി. വേണുഗോപാൽ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തുന്നതിന് മുമ്പാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ ശക്തമായ അഭ്യൂഹങ്ങൾ പടർന്നിരുന്നു. പുതിയ KPCC പ്രസിഡന്റിനെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ള അഭ്യൂഹങ്ങളാണ് പടർന്നത്. എന്തായാലും അത് പൂർണ്ണമായും ഇപ്പോൾ കെ.സി. വേണുഗോപാൽ തള്ളുകയാണ്. ആരാണ് ഈ തിങ്കളാഴ്ച പുതിയ അധ്യക്ഷൻ വരുമെന്ന് പറഞ്ഞത്? ഇതുകൂടാതെ തന്നെ നിരവധി വാർത്തകൾ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി ഇടപെട്ടു, അതുപോലെ തന്നെ റോബർട്ട് വാദ്ര അടക്കം കേരളത്തിലെ പുതിയ അധ്യക്ഷനെ തീരുമാനിക്കുന്ന വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നു. ഇത് തീർത്തും അസംബന്ധമാണ്. ഇത് വാസ്തവ വിരുദ്ധമെന്നതാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ പറയുന്നത്. പാർട്ടി നേതൃത്വം ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കും എന്ന് തന്നെ കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഈ KPCC പ്രസിഡന്റിന്റെ മാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നത്. രാഹുൽ ഗാന്ധിയുമായി ഇന്ന് നടത്തിയ ചർച്ച അത് സുധാകരനെ മാറ്റുന്ന കാര്യമല്ല, എല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ പറയുന്നത്. തീരുമാനമെടുക്കുവാൻ ഒരു യോഗവും ഇതുവരെ നടന്നിട്ടില്ല. അതേസമയം കെ. സുധാകരന്റെ കഴിഞ്ഞ ദിവസത്തെ ചില പ്രസ്താവനകളെ പറ്റി ചോദിച്ചപ്പോൾ അതിൽ താൻ മറുപടി ഇപ്പോൾ പറയുന്നില്ല എന്നതാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്.